അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു മൂവി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ പോവുകയാണെങ്കിലും ആദ്യം അവനെ ഒരുക്കിയിരുത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്. റിവ്യൂസ് എല്ലാം പൊളി ആയതുകൊണ്ട് തന്നെ നമ്മൾ ARM കാണാനാണ് ഈ പോകുന്നത്. 10:15 ഷോ ടൈം. പിന്നെ ബാംഗ്ലൂരിലെ ട്രാഫിക് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാവും. അത്രയും നല്ല ട്രാഫിക് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ മൂവി കാണാൻ പോകുന്നത് റോയൽ മീനാക്ഷി മാളിലോട്ടാണ് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ മീനാക്ഷി മാളിലോട്ട്. യൂട്യൂബിനിപ്പോൾ 9 മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. എങ്ങനെ പ്രതികരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ പേടി ഞങ്ങളുടെ രണ്ടാളുടെ ഫേസിൽ നിങ്ങൾക്ക് കാണാനും പറ്റും. കാരണം ചിലപ്പം പാതി വെച്ച് ഇറങ്ങി വരേണ്ടി വരുമോ എന്താ എന്നൊന്നും അറിയില്ല. ഒരു ടെസ്റ്റ് ഡോസ് പോലെയാണ് ഞങ്ങൾ രണ്ടാളും ഇതിനെ ഇറങ്ങി തിരിച്ചേക്കുന്നത്. വിചാരിച്ച പോലത്തെ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രമല്ല, ടുട്ടുപ്പൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ടുട്ടുപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ ടുട്ടുപ്പൻ എന്നാണ് വിളിക്കുക, കുഞ്ഞൂട്ടൻ. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ട്രാവൽ എന്ന് കേട്ടാൽ അവന് ഭയങ്കര സന്തോഷമാണ്. അത് എത്ര ലോങ് വേണമെങ്കിലും അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളും ഞങ്ങളുടെ കൂടെ. 9:30 ആയപ്പോഴേക്കും നമ്മൾ മീനാക്ഷി മാളിൽ എത്തി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നമ്മളെ പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും സൂര്യയും വന്നിരിക്കാറുള്ള സ്പോട്ട് കൂടിയാണ്. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി അതിനുശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയി. നോക്കിയ സമയത്ത് ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ഒരാൾക്ക് 170 രൂപ വെച്ചിട്ടാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ വിചാരിക്കും അയ്യോ മാളിലൊക്കെ ഒത്തിരി കാശാവെന്ന് വിചാരിക്കും. അത്ര കാശൊന്നുമില്ല. എനിക്ക് ടിക്കറ്റ് കൺഫേം ചെയ്ത് ഞങ്ങൾ ഒന്നുകൂടെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി. ഞങ്ങളുടെ ഫേസിലെ ടെൻഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്താവും ഇവൻ പണി തരുമോ എന്നുള്ളതൊന്നും അറിയില്ല. പ്രശ്നം ഉണ്ടാക്കിയാൽ തീർന്നു. സീറ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അവസാനം സീറ്റ് കണ്ടുകിട്ടി. ഞങ്ങൾ അവിടെ ഇരുന്നു. നോക്കിയപ്പോൾ കുഞ്ഞൂട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് സ്ക്രീനിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ കുറച്ച് ആഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ആൾ. അത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായി. കുഞ്ഞൂട്ടൻ്റെ ഭാഗത്തുനിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടാനായിരുന്നു പാട്. കിട്ടി. ഞങ്ങൾ ഹാപ്പി. സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷം ഞങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാനും പറ്റും. കുറച്ച് കഴിയുമ്പോഴേക്കും ഫിലിം തുടങ്ങി. പക്ഷേ ഇൻ്റർവെല്ലായപ്പോഴേക്ക് കുഞ്ഞൂട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. പിന്നെ സിനിമേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മൂവി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് കുഞ്ഞോട്ടൻ എണീറ്റ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.